നൈനാസ് ഫ്ലേവേഴ്സ് ആൻഡ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ചായക്കട പലഹാരമായിട്ടാണ്. നമ്മുടെ നാടൻ ഉള്ളിവട. അത് ചായക്കടയിൽ കിട്ടുന്ന പോലെ നല്ല ക്രിസ്പി ആയിട്ട് എങ്ങനെയാണ് ഒരു ഉള്ളിവട തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ഉള്ളിവടയ്ക്ക് 3 വലിയ സവാള ഇതുപോലെ നേർപ്പിച്ച് കട്ട് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇങ്ങനെ കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞരടി കൊടുക്കണം. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഇതിങ്ങനെ ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ ഞരടി കൊടുക്കണം. ഞരടി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു സവാള കുറച്ച് സോഫ്റ്റ് ആയിട്ട് അതിൽ നിന്നുള്ള വെള്ളം എല്ലാം ഒന്ന് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് ഇതിന്റെ മിക്സ് റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി ഇതൊരു 20 മിനിറ്റ് അടച്ചു വെക്കാം. ഇപ്പൊ ഇതൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സവാള കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അതിങ്ങനെ കൈവച്ച് തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഈ സമയത്ത് നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇതിന്റെ ആ ഒരു വെള്ളമെല്ലാം ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഇത്ര വെള്ളം തന്നെ മതിയാകും നമുക്ക് ഈ വടയ്ക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു മിക്സ് റെഡിയാക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഇത് ചേർക്കുന്ന സമയത്ത് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് മുളക് പൊടി ചേർക്കണം. ഞാൻ യൂസ് ചെയ്യുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അത് കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ കുറച്ച് കളറും കിട്ടും, എരിവ് കുറച്ച് കുറഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. 1.5 ടീസ്പൂണാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നല്ല മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരവരുടെ എരിവിനനുസരിച്ച് ചെയ്യണം. ഇനി ഇതിന്റെ കൂടെ കുറച്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട്. അത് ഒരു നുള്ളു കായപ്പൊടിയെ ചേർക്കാവൂ. ഒരുപാടൊന്നും ആയിപ്പോരുത്, എങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു വല്ലായ്മ വരും. അതുകൊണ്ട് ഒരു നുള്ളു കായപ്പൊടി വളരെ കുറച്ചേ ചേർക്കാവൂ. ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈവച്ച് തന്നെയാണ് ഞാനിത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്പൂൺ വെച്ച് വേണമെങ്കിലും മിക്സ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കൈവച്ച് മിക്സ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ആ സവാളയിലോട്ട് എല്ലാം ഒന്ന് കറക്റ്റിനൊന്ന് മിക്സായി വരുന്നത്. കൈവച്ച് നമുക്ക് ഞെരടി എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനത് പ്രിഫർ ചെയ്യുന്നത്. എന്നിട്ട് വേണം നമുക്കിത് ബൈൻഡ് ചെയ്യാനായിട്ടുള്ള മാവൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കടലമാവും കുറച്ച് അരിപ്പൊടിയാണ് ആവശ്യം. അത് ഞാൻ രണ്ടും ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഞാൻ എത്രയാണ് അളവെന്ന് പറഞ്ഞു തരാം. കാരണം നമുക്ക് ആദ്യമേ പറയാൻ പറ്റില്ല ഇത് എത്ര അളവാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കടലമാവാണ് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ 3 ടേബിൾ സ്പൂൺ കടലമാവ് ഇതുപോലെ ഒന്ന് അളന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേ നമുക്ക് മനസ്സിലാവും ഇനി ഇതിൽ ചേർക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ അതൊരു ബൈൻഡ് പോലെ നമുക്ക് പിടിക്കുമ്പോൾ അറിയാം. നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു വടയുടെ ഷേപ്പിൽ കയ്യിലെടുത്ത് നിൽക്കുന്ന ആ ഒരു രീതിയിലാണ്. ഇത് ഓരോരുത്തരുടെയും സവാളയുടെ രീതി അനുസരിച്ച് മാറും. ചില സവാളയിൽ നല്ല രീതിയിൽ ജ്യൂസ് ഉണ്ടാവാം, ചില സവാളയിൽ അതുപോലെ വാട്ടർ കണ്ടന്റ് ഉണ്ടാവില്ല. അപ്പൊ അത് ഓരോരുത്തരുടെയും സവാള അനുസരിച്ച് ഇത് മാറും. ചിലർക്ക് കൂടുതൽ വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ മാവ് വേണ്ടി വരും. ഇതിലിപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടലി ഞാനിതിവിടെ ഇപ്പോൾ 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നമ്മുടെ അരിപ്പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. ഇത് ഞാനിവിടെ ചേർക്കുന്ന അരിപ്പൊടി നമ്മുടെ സാധാരണ ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന ആ പൊടിയാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് ഇങ്ങനെ കൈവച്ചൊന്ന് മിക്സ് ചെയ്യണം. അപ്പം മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കിതിൽ ഇനി വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സവാളയ്ക്ക് വാട്ടർ കണ്ടന്റ് വളരെ കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാവ് ഒരുപാട് കൂട്ടുന്നതിനെക്കാട്ടും നല്ലത് കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ വെള്ളം വെച്ച് ഒന്ന് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് നോക്കണം. 1/2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുമ്പോൾ പോരാ എന്ന് തോന്നിയാൽ മാത്രം അടുത്ത 1/2 ടേബിൾ സ്പൂൺ, അല്ലാതെ ഒരുപാടൊന്നും ആദ്യമേ ഒഴിക്കരുത്. ഇപ്പൊ മാവും ചിലർക്ക് ചിലപ്പോൾ കുറച്ച് കൂടുതൽ വേണ്ടി വരും. അത് ഓരോരുത്തരുടെയും സവാള അനുസരിച്ചാണ്. അപ്പൊ ഇതിങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് കയ്യിലെടുത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഒരു വടയുടെ ഷേപ്പിൽ നമുക്കിത് കയ്യിൽ നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണം. ചിലത് നമുക്കിങ്ങനെ ഒരുപാട് വെള്ളം പോലെ ആയാൽ ഇങ്ങനെ നമുക്കൊരു റൗണ്ട് ആക്കി എടുക്കാൻ പറ്റത്തില്ല, അതങ്ങ് വിട്ട് പൊട്ടിപ്പോവും. അപ്പൊ ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഇത് മതി. ഇതിലാണെങ്കിൽ ഞാൻ ഒരു തുള്ളി വെള്ളം പോലും യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. കഴിവതും അങ്ങനെ യൂസ് ചെയ്യാൻ നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ആ ഷോപ്പിൽ കിട്ടുന്ന അതേപോലെ പെർഫെക്റ്റ് ടേസ്റ്റിന് കിട്ടത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ വട റെഡിയാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാനിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് ഇതുപോലെ അത് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് വടയുടെ അത് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് കൈയുടെ അകത്ത് വെച്ച് ഒന്ന് പരത്തി എടുത്താൽ മതി. ഞാനിവിടെ ചെറുതായിട്ടാണ് ചെയ്യുന്നത്.
ഇപ്പം ഇതുപോലെ ഒരു പീസ് ഇട്ട് നോക്കുമ്പോൾ അത് ചൂടായോ എന്നറിയാം. ഇപ്പം ഈ ഉള്ളി ഇട്ടുടനെ അത് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചൂടായിരിക്കുകയാണ്. ഈ ടൈമിൽ നമുക്ക് ഹൈ ഫ്ലെയിമിൽ നിന്ന് അത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഉള്ളിവട ഫ്രൈ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ആ പുറമേ മാത്രം ആ ഒരു സവോളയൊക്കെ അങ്ങ് കരിഞ്ഞ് പെട്ടെന്ന് കളർ മാറി വരും, പക്ഷെ അകത്ത് വേഗത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഇടുന്നത്. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറിയ ചെറിയ പീസായിട്ടാണ് ചെയ്യുന്നത്. ചെറുത് നേർപ്പിച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്നത്. ഒരുപാട് അങ്ങ് വലുതൊക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോകും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സൈസിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് അറ്റ് എ ടൈം ഞാനിവിടെ ഒരു 3 എണ്ണം ഇട്ടിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിന് ഒരു 1 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും കൂടി ഇട്ട് അതുപോലെ 1 മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് വെന്ത് വരും. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് വെന്തൊക്കെ വരും. ഒരുപാട് താമസമൊന്നും എടുക്കില്ല, എന്നാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ ഓയിൽ യൂസ് ചെയ്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇപ്പോൾ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ അത് ഏത് വേണോ നമുക്ക് യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം. ഇപ്പം നാടൻ ചായക്കടയിലൊക്കെ കിട്ടുന്ന ഒരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞാനിവിടെ വെളിച്ചെണ്ണ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആ വട ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ബാക്കിയൊക്കെ ഓരോ ചെറിയ ചെറിയ റൗണ്ടാക്കി ഇങ്ങനെ മാറ്റി വെച്ചാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടൈമിൽ ഇതിങ്ങനെ റൗണ്ട് ആയിട്ട് വെക്കുന്നത്. അപ്പം ആ ടൈമിന് നമുക്ക് കൈയുടെ അകത്ത് വെച്ച് ഷേപ്പ് ആക്കിയാൽ മാത്രം മതിയാവും. ഇതിപ്പോൾ തിരിച്ചിടാറായിട്ടുണ്ട്. ഓൾറെഡി ഇതിങ്ങനെ ഡീപ്പ് ഫ്രൈ ആയതുകൊണ്ട് മുകളിലും അതിൻ്റെ ആ ഒരു ഇത് കാണുമ്പോൾ നമുക്കറിയാം. ഒരു പ്രാവശ്യം ഒന്ന് തിരിച്ചിട്ടാൽ മാത്രം മതിയാവും. അപ്പം ഞാൻ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഡീപ്പ് ഫ്രൈ ആയതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് നേരം തിരിച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു 1 മിനിറ്റ് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് വരും. വളരെ ചെറുതായിട്ട് ചെയ്താൽ ഇങ്ങനെ 1 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് വരും. ഒരുപാട് വലുതാവുമ്പോഴാണ് അത് കുറച്ചും കൂടി ടൈം ആകുന്നത്. ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ഡ്രൈനറിലേക്ക് മാറ്റാം. അപ്പോൾ ഒരുപാട് ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് മാറും. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും ഓയിൽ കുടിക്കത്തില്ല. അപ്പോൾ ആ ഓയിലെല്ലാം ബാക്കി അതുപോലെ നിൽക്കും. അപ്പോൾ അത് കുറച്ച് ഹെൽത്തി ആയിട്ട് കിട്ടും. ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയെല്ലാം ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിവട എല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പം ഇത്രയേ ഉള്ളൂ ടേസ്റ്റിയും സിമ്പിളും ആയിട്ടുള്ള നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന നാടൻ ഉള്ളിവട. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുകയും ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണം. ഷെയർ ചെയ്താലേ മറ്റുള്ളവരിലേക്ക് എൻ്റെ റെസിപ്പീസ് എത്തുകയുള്ളൂ. അപ്പം നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.